10 expensive things bought by billionaires. ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് 10 മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകത്ത് നിരവധി സമ്പന്നരുണ്ട്. അവരുടെ കയ്യിൽ ധാരാളം പണവുമുണ്ട്. പണം കൂടുമ്പോൾ ചില കാര്യങ്ങളോടുള്ള ആകർഷണവും കൂടും. അങ്ങനെ ലോകത്തിലെ സമ്പന്നരെ ആകർഷിക്കുകയും അവർ വാങ്ങുകയും ചെയ്ത വിചിത്രമായ 10 വസ്തുക്കളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് പുതുപുത്തൻ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10. പാറ്റക് ഫിലിപ്പ് ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ. സമയം നമുക്ക് ഏറെ വിലപ്പെട്ടതാണ്. എന്നാൽ സമയം അറിയുന്നതിനുള്ള ഒരു വാച്ചിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ആരെങ്കിലും ചെലവഴിക്കുമോ? ഇവിടെ ഒരു കോടീശ്വരൻ അതാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ മെക്കാനിക്കൽ പോക്കറ്റ് വാച്ചുകളിൽ ഒന്നാണ് പാറ്റക് ഫിലിപ്പ് ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ. ഇത് വെറുമൊരു വാച്ചല്ല. 18 ക്യാരറ്റ് സ്വർണത്തിൽ തീർത്തിരിക്കുന്ന ഈ വാച്ചിന് 24 പ്രത്യേകതകളുണ്ട്. ശാശ്വതമായ ഒരു കലണ്ടർ, സൂര്യോദയം, സൂര്യാസ്തമയ സമയങ്ങൾ, 5th അവന്യൂവിലെ ഗ്രേവ്സ് അപ്പാർട്ട്മെന്റിൽ നിന്നും കാണുന്ന ന്യൂയോർക്കിന്റെ ഒരു ആകാശ ഭൂപടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമാണ് ആഡംബരത്തിന്റെ അവസാന വാക്കായ ഈ വാച്ച്. ജെയിംസ് വാർഡ് പെക്കാർഡ്, ഹെൻറി ഗ്രേവ്സ് തുടങ്ങിയ 2 കോടീശ്വരന്മാർ വ്യത്യസ്ത തരം വാച്ച് ശേഖരിക്കുന്നതിൽ വളരെയേറെ താല്പര്യമുള്ളവരായിരുന്നു. ജെയിംസ് വാർഡ് പെക്കാർഡിന്റെ കൈവശമുണ്ടായിരുന്ന ഗ്രാൻഡെ കോംപ്ലിക്കേഷൻ പോക്കറ്റ് വാച്ചിനെ മറികടക്കാനുള്ള ആഗ്രഹം ബാങ്കർ ഹെൻറി ഗ്രേവ്സിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനു വേണ്ടിയാണ് 1933 പാറ്റക് ഫിലിപ്പ് ഈ വാച്ച് നിർമ്മിച്ചത്. ഈ വാച്ച് രൂപകൽപ്പന ചെയ്യുവാൻ 3 വർഷവും നിർമ്മിക്കുവാൻ 5 വർഷവും എടുത്തു. വാച്ചിന്റെ വില 182 ലക്ഷം രൂപയാണ്. നമ്പർ 9. കാറുകളുടെ ഷോറൂം. കാറുകളോടുള്ള അടങ്ങാത്ത താല്പര്യം കാരണം ചിലർ മാക്സിമം 5-6 കാറുകൾ വരെ ഒരു സമയം വാങ്ങാറുണ്ട്. എന്നാൽ വില കൂടിയ കാറുകളുടെ ഒരു ഷോറൂം തന്നെ വാങ്ങാൻ ആരെങ്കിലും തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായ ഒരാളുണ്ട്. ബ്രൂണയിലെ സുൽത്താനും പ്രധാനമന്ത്രിയുമായ ഹാജി ഹസനാൽ ബോൾക്കിയയാണത്. അദ്ദേഹത്തിന്റെ ഷോറൂമിലെ കാറുകളുടെ എണ്ണം അറിഞ്ഞാൽ നിങ്ങൾ അതിശയപ്പെടുമെന്ന് തീർച്ചയാണ്. 400 ഫെറാറി, 24 ലംബോഗിനി, 600 റോൾസ് റോയ്സ് കാറുകൾ എന്നിങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും വിലയേറിയതുമായ കാറുകളാണ് അദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ കാറായ ദി സ്റ്റാർ ഓഫ് ഇന്ത്യയും അക്കൂട്ടത്തിലുണ്ട്. ഇതിന്റെ വില 6,22 ലക്ഷം രൂപയാണ്. ഈ കാർ ശേഖരത്തിന്റെ മൊത്തം വില എത്രയാണെന്നറിയാമോ? topspeed.com അനുസരിച്ച് ഈ ശേഖരത്തിന്റെ ആകെ മൂല്യം 6 ലക്ഷം കോടി രൂപയാണ്. 2008 ഫോബ്സ് മാഗസിന്റെ കണക്ക് പ്രകാരം സുൽത്താന്റെ മൊത്തം ആസ്തിയുടെ 25% അദ്ദേഹം ഇതിനായി ചെലവഴിച്ചത്. നമ്പർ 8. സ്വർണം കൊണ്ടുള്ള ടോയ്ലറ്റ്. വീട് പലതരത്തിൽ മൂടികൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. എന്നാൽ സ്വർണം കൊണ്ടൊരു ടോയ്ലറ്റ് നിർമ്മിച്ചുകൂടി വീട് മൂടികൂട്ടിയാലോ? കേൾക്കുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിച്ചേക്കാം. എന്നാൽ സംഗതി സത്യമാണ്. അമേരിക്കൻ റാപ്പ് ആർട്ടിസ്റ്റ് ബ്രയാൻ ബേർഡ്മാൻ വില്യംസ് ആണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. തന്റെ വീട് മോടി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം സ്വർണം കൊണ്ടുള്ള ഒരു ടോയ്ലറ്റ് തന്റെ ബാത്റൂമിൽ സ്ഥാപിച്ചത്. 8 കോടി രൂപയാണ് അദ്ദേഹം അതിനുവേണ്ടി മുടക്കിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചത്. വീഡിയോയിലൂടെ തന്റെ വീടും പരിസരവും പരിചയപ്പെടുത്തുന്നതിനിടയിലാണ് അദ്ദേഹം സ്വർണ്ണ ടോയ്ലറ്റ് കാണിച്ചു തരുന്നത്. ഈ ടോയ്ലറ്റിന് ഓട്ടോമാറ്റിക് ലിഫ്റ്റിംഗ് സംവിധാനമുണ്ട്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ നിന്നും 22 ക്യാരറ്റ് സ്വർണം കൊണ്ടുള്ള ടോയ്ലറ്റ് പേപ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയെ ആളുകൾ ഒരു ഭ്രാന്തൻ പ്രവൃത്തിയായാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്പർ 7. ഐലൻഡിലെ പേര്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അബുദാബിയിലെ രാജഭരണ കുടുംബത്തിലെ അംഗമായ ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിചിത്രമായ ഒരു കാര്യം ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഹമദ്. റെയിൻബോ ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന ഷെയ്ഖ് ഹമദിന് വളരെ ചിലവേറിയ ഒരു ഹോബിയുണ്ട്. അദ്ദേഹം പലപ്പോഴും വില കൂടിയ സ്ഥലവും കാറുകളും വാങ്ങിയിരുന്നു. ഈജിപ്ഷ്യൻ പിരമിഡുകൾ പോലെ സ്വന്തമായി ഒരു വീടും 200ഓളം ആഡംബര കാറുകളും അദ്ദേഹത്തിനുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവുമില്ലാതെ വിചിത്രമായ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാനമായ അബുദാബിക്ക് സമീപം ജനവാസ സ്ഥലമില്ലാത്ത ഒരു ദ്വീപിൽ തന്റെ പേര് കൊത്തിവെച്ചത്. അബുദാബിയിലെ നാഷണൽ മറൈൻ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ എഞ്ചിനീയർ ആയിരുന്നു ഷെയ്ഖിന്റെ പേര് വ്യക്തമാകുന്ന കനലുകളുടെ നിർമ്മാണം ഏറ്റെടുത്തത്. വലിയ അക്ഷരങ്ങളിൽ കൊത്തിവെച്ച ഹമദ് എന്ന പേര് ബഹിരാകാശത്ത് നിന്നും വ്യക്തമായി കാണാനാകും. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഈ പേര് കാണാം. ഏകദേശം 170 കോടി രൂപയാണ് അദ്ദേഹം ഈ പദ്ധതിക്കായി ചെലവഴിച്ചത്. നമ്പർ 6.
മെഴ്സിഡീസ് SL600. നിങ്ങളിൽ പലർക്കും ചില കാറുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും. ചിലപ്പോ ആ കാർ സ്വന്തമാക്കുകയും ചെയ്തേക്കാം. അതാകട്ടെ ലോകമെമ്പാടും അറിയപ്പെടണമെന്നില്ല. എന്നാൽ സൗദി അറേബ്യയിലെ രാജകുടുംബത്തിലെ പ്രിൻസ് അൽ വലീദ് രാജകുമാരൻ വാങ്ങിയ ഒരു കാർ വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. ഒരെണ്ണത്തിന് 36 കോടി രൂപ വിലമതിക്കുന്ന 2 മെഴ്സിഡീസ് SL600 കാറുകളാണ് അദ്ദേഹം വാങ്ങിയത്. ഒരു മെഴ്സിഡീസിന് ഇത്രയധികം വിലമതിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. മറ്റേതൊരു മെഴ്സിഡീസിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കാറുകൾ എന്നത് തന്നെയാണ് അതിന്റെ കാരണം. 3 ലക്ഷം വജ്രങ്ങൾ പതിച്ചിട്ടുള്ള ഓരോ കാറും 13 പേർ ചേർന്ന് 2 ആഴ്ച കൊണ്ടാണ് നിർമ്മിച്ചത്. ഗാർഡിയൻ DAD ലോക്കോമോട്ടീവ് ആക്സസറീസ് കൊണ്ടാണ് ഈ ആഡംബര മെഴ്സിഡീസ് നിർമ്മിച്ചത്. ഈ കാറ് ഒന്ന് തൊട്ടു നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് 75,000 രൂപയാണ്. സിൽവർ കളറിലും ഗോൾഡൻ കളറിലുമാണ് ഈ കാറുകൾ ഉള്ളത്. കാറിന് ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ പോലും ലക്ഷക്കണക്കിന് രൂപ ചിലവിടേണ്ടതായി വരും. നമ്പർ 5. ലക്ഷറി ഐസ്ക്രീം. ഐസ്ക്രീം കഴിക്കുവാൻ ഇഷ്ടമില്ലാത്ത ആരുമുണ്ടാകില്ല. ഏകദേശം എത്ര രൂപ വരെ കേവലം ഒരു ഐസ്ക്രീമിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കും? ലോകത്തിൽ വെച്ച് വളരെ വില കൂടിയ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കാലിഫോർണിയയിലെ ഒരു കമ്പനി നിർമ്മിച്ച കോൺ ഐസ്ക്രീമാണിത്. സാധാരണ ഐസ്ക്രീമുകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ് ഈ ഐസ്ക്രീം എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കോണുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. വാനില, ചോക്ലേറ്റ് എന്നീ ഫ്ലേവറുകളിൽ നിർമ്മിക്കുന്ന ഈ ഐസ്ക്രീമിന് മുകളിൽ 24 ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ച ഒരു ഫോയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വില അല്പം കൂടുതലാണ് കേട്ടോ. സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ഈ കോൺ ഐസ്ക്രീമിന്റെ വിലയും കൂടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നിരുന്നാലും ഒരു ഐസ്ക്രീം കഴിക്കണമെങ്കിൽ മിനിമം 2,500 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. നമ്പർ 4. മരുഭൂമി. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകരിൽ ഒരാളായ ബിൽ ഗേറ്റ്സ് 1.5 പതിറ്റാണ്ടോളമായി ലോകത്തെ ധനികരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട്. അദ്ദേഹം വലിയ വില കൊടുത്തു വാങ്ങിയ ഒരു മരുഭൂമിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്ക് പടിഞ്ഞാറ് മേഖലയിലുള്ള ഒരു സംസ്ഥാനമാണ് ആരിസോണ. അവിടുത്തെ 25,000 ഏക്കർ മരുഭൂമി ബിൽ ഗേറ്റ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു മരുഭൂമിയിൽ എന്ത് ചെയ്യാനാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അവിടെ ഒരു സ്മാർട്ട് സിറ്റി നിർമ്മിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സാങ്കേതികമായി വളരെയേറെ വികസിച്ചതായിരിക്കും ആ സിറ്റി എന്നും അതിനിപ്പോൾ നൽകിയിരിക്കുന്ന പേര് ബെൽമോണ്ട് എന്നാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിവേഗ ഡിജിറ്റൽ നെറ്റ്വർക്ക് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആ സിറ്റിയിൽ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 25,000 ഏക്കറിൽ 470 ഏക്കർ പൊതുവിദ്യാലയങ്ങൾക്കും 3,800 ഏക്കർ റീറ്റെയിൽ, ഓഫീസ്, വാണിജ്യ ഇടങ്ങൾക്കുമായി ഉപയോഗിക്കും. ശേഷിക്കുന്ന സ്ഥലത്ത് 80,000 വാസസ്ഥലങ്ങളുണ്ടായിരിക്കും. 800 ലക്ഷം കോടി രൂപയാണ് അതിനായി അദ്ദേഹം നൽകിയിരിക്കുന്നത്. നമ്പർ 3. യുദ്ധവിമാനങ്ങൾ. നിങ്ങൾ ലാരി എൽസൺ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒറാക്കിൾ കോർപ്പറേഷൻ ലോകത്തിലെ ഒരു പ്രമുഖ കമ്പ്യൂട്ടർ ടെക്നോളജി കമ്പനിയാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ലാരി എലിസൺ. അദ്ദേഹം വാങ്ങിയ 2 വസ്തുക്കളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മാർഷെട്ടി S211, MiG-29 എന്നിങ്ങനെ പേരുകളുള്ള 2 യുദ്ധവിമാനങ്ങൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ടർബോഫാൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈനിക പരിശീലക വിമാനമാണ്. ഇറ്റാലിയൻ വ്യോമസേന നിർമ്മിതികളായ SIAI, മാർഷെട്ടി തുടങ്ങിയവരാണ് മാർഷെട്ടി S211 രൂപകൽപ്പന ചെയ്തത്. റഷ്യൻ രൂപകൽപ്പന വിദഗ്ധരായിരുന്ന ആർടെം മിഖയ്യൻ, മിഖായേൽ ഖുരേവിച്ച് എന്നിവരാണ് MiG-29ന്റെ നിർമ്മാതാക്കൾ. അന്നു മുതൽ മിഖയൻ ഖുരേവിച്ച് എന്ന പേരിലും MiG-29 അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഇറ്റലിയിൽ നിന്നും റഷ്യയിൽ നിന്നും വാങ്ങിയ ഈ യുദ്ധവിമാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. MiG-29 ജെറ്റ് അമേരിക്കയിലേക്ക് കൊണ്ടുവരുവാൻ അമേരിക്കൻ സർക്കാർ ഇതുവരെ അനുവാദം കൊടുത്തിട്ടുമില്ല. എന്നാൽ ഈ 2 ഫൈറ്റർ ജെറ്റുകളുടെ മൊത്തം ചെലവ് ഏകദേശം 200 കോടി രൂപയാണ്. നമ്പർ 2. ലോട്ടസ് എസ്പ്രിറ്റ്. നമുക്കറിയാം, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഡ്രൈവ് ചെയ്യാവുന്ന ഒരു വാഹനമുണ്ട്. പക്ഷേ ഒരു നിബന്ധന മാത്രം, അത് വെള്ളത്തിനടിയിലൂടെ ഓടിക്കണം. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊന്ന് കണ്ടു നോക്കൂ. ടെസ്ല മോട്ടോഴ്സിന്റെയും 2012 റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിച്ച സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെയും സ്ഥാപകനായ എലോൺ മസ്ക് വാങ്ങിയ ഒരു കാറിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ലോട്ടസ് എസ്പ്രിറ്റ് എന്നാണ് ആ കാറിന്റെ പേര്. 1976-നും 2004-നും ഇടയിൽ
യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹെദർ ഫാക്ടറിയിൽ നിർമ്മിച്ച സ്പോർട്സ് കാറാണ് ലോട്ടസ് എസ്പ്രിറ്റ്. ഇതൊരു സാധാരണ കാറല്ല. വെള്ളത്തിനടിയിലൂടെ അനായാസം ഇത് ഓടിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സമുദ്രത്തിനടിയിലെ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും കണ്ടുകൊണ്ട് ഒരു അടിപൊളി ഡ്രൈവിംഗ്. സൂപ്പർ ആയിരിക്കുമല്ലേ? ലണ്ടൻ ഓപ്ഷനിൽ നിന്ന് 7,52,00,000-നാണ് എലോൺ മസ്ക് ഈ കാർ വാങ്ങിയത്. ഈ കാർ എലോൺ മസ്കിന് മുൻപ് ഒരാൾ വെറും 8,000 രൂപയ്ക്ക് വാങ്ങിയിരുന്നതാണ് എന്നതാണ് ഇതിന് പിന്നിലെ രസകരമായ ഒരു വസ്തുത. നമ്പർ 1, ടൈറ്റാനിക് 2. കന്നിയാത്രയിൽ മഞ്ഞുമലയിൽ തട്ടി തകർന്ന ടൈറ്റാനിക് കപ്പൽ എന്നെന്നും വേദനയുണർത്തുന്ന ഓർമ്മയാണ്. ആ സങ്കടം അതുപോലെ തന്നെയുള്ള ഒരു കപ്പലുണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ച വ്യക്തിയാണ് ഓസ്ട്രേലിയയിലെ കോടീശ്വരനായ ക്ലൈവ് പാമർ. 1902-ലെ ടൈറ്റാനിക്കിന്റെ സമാന രൂപത്തോടും പ്രത്യേകതകളോടും കൂടിയായിരിക്കും ടൈറ്റാനിക് 2-ഉം സമുദ്രത്തിലേക്ക് ഇറങ്ങുക. എന്നാൽ സൗകര്യങ്ങളും ആർഭാടങ്ങളും വളരെയേറെ ഉണ്ടാകും. കപ്പലിൽ സ്വിമ്മിംഗ് പൂളും ടർക്കിഷ് ബാത്റൂമും ജിംനേഷ്യവും ഉണ്ടായിരിക്കും. ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളും അപകടമുണ്ടായാൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പുത്തൻ സൗകര്യങ്ങളും ഒരുക്കും. 270 മീറ്റർ നീളത്തിലും 53 മീറ്റർ ഉയരത്തിലും രൂപകൽപ്പന ചെയ്യുന്ന കപ്പലിന് 55,800 ടണ്ണോളം ഭാരമുണ്ടായിരിക്കും. സാറ്റലൈറ്റ് നിയന്ത്രണത്തിന്റെയും ഡിജിറ്റൽ നാവിഗേഷന്റെയും റഡാർ സിസ്റ്റത്തിന്റെയും എല്ലാം സഹായത്തോടെ ആദ്യത്തെ ടൈറ്റാനിക് സഞ്ചരിച്ച അതേ പാതയിലൂടെ തന്നെയായിരിക്കും ഈ കപ്പലും സഞ്ചരിക്കുക. 2435 യാത്രക്കാരെയും 900 ജീവനക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലിൽ 9 നിലകളിലായി 840 ക്യാബിനുകൾ ഉണ്ടായിരിക്കും. കപ്പൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നത് 500 ലക്ഷം കോടി രൂപയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.